ആദ്യകാല മസ്തിഷ്ക വികാസം, ശരിയായ പരിചരണവും പ്രേരണകളും 0 മുതൽ 3 വയസ്സുവരെ. മനുഷ്യജീവിതത്തിന്റെ അടിത്തറ പാകുന്നത് ആദ്യത്തെ 1000 ദിവസങ്ങളിലാണ്, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് മുതൽ കുട്ടിക്ക് 2-3 വയസ്സ് തികയുന്നതുവരെ. ഈ കാലയളവിനെ മസ്തിഷ്ക വികാസത്തിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാം. ഒരു കുട്ടി ജനിച്ച് 3 വയസ്സിനുള്ളിൽ തന്നെ തലച്ചോറിന്റെ ഏതാണ്ട് 80 മുതൽ 90% വരെ വളർച്ച പൂർത്തിയാകുന്നു. ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായ അനുഭവങ്ങൾ അവരുടെ പിൽക്കാല ജീവിതത്തിലെ ബുദ്ധിശക്തിയെയും വൈകാരിക പക്വതയെയും സ്വഭാവത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു. മസ്തിഷ്ക വികാസം എന്നത് കേവലം ജൈവികമായ ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് കുട്ടി വളരുന്ന സാഹചര്യത്തോടും അവർക്ക് ലഭിക്കുന്ന സ്നേഹത്തോടും കരുതലിനോടും ബന്ധപ്പെട്ടു കിടക്കുന്ന ഒന്നാണ്. ജനിക്കുമ്പോൾ കുട്ടികളുടെ തലച്ചോറിൽ കോടിക്കണക്കിന് ന്യൂറോണുകൾ ഉണ്ടാകുമെങ്കിലും അവ തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നത് സിനാസുകൾ വഴിയാണ്. കുട്ടി പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും സ്പർശിക്കുമ്പോഴുമാണ് ഈ സിനാസുകൾ രൂപപ്പെടുന്നത്. ഉത്തേജകമായ ഒരു സാഹചര്യം കുട്ടിക്ക് ലഭിച്ചില്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാത്ത മസ്തിഷ്ക കോശങ്ങൾ നശിച്ചുപോകാൻ സാധ്യതയുണ്ട്. ഇതിനാലാണ് ആദ്യകാല ഉത്തേജനം അഥവാ ഏർലി സ്റ്റിമുലേഷൻ ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ശാരീരികവും മാനസികവുമായ പ്രേരണകൾ കുട്ടിയുടെ വികാസത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. കുഞ്ഞിനെ വാത്സല്യത്തോടെ സ്പർശിക്കുന്നതും താലോലിക്കുന്നതും അവരിൽ സുരക്ഷിതബോധം ഉണ്ടാക്കുന്നു. ഇത് സ്ട്രെസ് ഹോർമോണുകൾ കുറക്കാനും തലച്ചോറിലെ വിജ്ഞാനപരമായ ഭാഗങ്ങളെ ഉണർത്താനും സഹായിക്കുന്നു. അതുപോലെ തന്നെ സംസാരത്തിലൂടെയുള്ള ഉത്തേജനം വളരെ പ്രധാനമാണ്. കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരോട് കഥകൾ പറയുന്നതും പാട്ടുകൾ പാടിക്കൊടുക്കുന്നതും അവരുടെ ഭാഷാപരമായ കഴിവുകൾ വേഗത്തിൽ വളരാനിടയാക്കും. വർണ്ണശബളമായ കളിപ്പാട്ടങ്ങൾ കാണിക്കുന്നതും പ്രകൃതിയിലെ വിവിധ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നതും കുട്ടിയുടെ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കുന്നു. പോഷകാഹാരവും മസ്തിഷ്ക വികാസവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. തലച്ചോറിന്റെ വികാസത്തിന് ആവശ്യമായ പ്രോട്ടീൻ, അയൺ, സിങ്ക്, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ എന്നിവ കുട്ടിയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകുന്നത് കുട്ടിയുടെ പ്രതിരോധശേഷിക്കും മസ്തിഷ്ക വികാസത്തിനും ഏറ്റവും ഉത്തമമാണ്. തുടർന്ന് നൽകുന്ന ഭക്ഷണങ്ങളിൽ പോഷക ഗുണങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ശരിയായ പോഷകാഹാരം ലഭിക്കാത്ത കുട്ടികളിൽ പഠനവൈകല്യങ്ങളും ശാരീരികമായ തളർച്ചയും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ കുട്ടി വളരുന്ന വൈകാരിക ചുറ്റുപാടും വികാസത്തെ സ്വാധീനിക്കുന്നു. സെർവ് ആൻഡ് റിട്ടേൺ എന്നറിയപ്പെടുന്ന ആശയവിനിമയ രീതി ഇവിടെ ഏറെ പ്രസക്തമാണ്. കുട്ടി ഒരു ശബ്ദമുണ്ടാക്കുമ്പോഴോ ആംഗ്യം കാണിക്കുമ്പോഴോ രക്ഷിതാക്കൾ അതിനോട് പ്രതികരിക്കണം. ഈ പരസ്പര സംവാദം തലച്ചോറിലെ നാഡീബന്ധങ്ങളെ ദൃഢമാക്കുന്നു. ഭയവും സമ്മർദ്ദവുമില്ലാത്ത സന്തോഷകരമായ ഒരു കുടുംബ അന്തരീക്ഷം കുട്ടിക്ക് നൽകുന്നത് അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. 1. എന്താണ് ആദ്യകാല മസ്തിഷ്ക വികാസം? കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ദശലക്ഷക്കണക്കിന് മസ്തിഷ്ക കോശങ്ങൾ അവരിലുണ്ടാകും. എന്നാൽ ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ രൂപപ്പെടുന്നത് കുട്ടിക്ക് ചുറ്റുമുള്ള ലോകത്തുനിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ്. കാഴ്ചകൾ, ശബ്ദങ്ങൾ, സ്പർശനം എന്നിവയിലൂടെ ഈ കോശങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെടുകയും തലച്ചോറിന്റെ ഘടന രൂപപ്പെടുകയും ചെയ്യുന്നു. 2. ശാരീരികവും മാനസികവുമായ പ്രേരണകൾ. കുട്ടിയുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഏർലി സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഇതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സ്പർശനം. കുഞ്ഞിനെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നതും തലോടുന്നതും അവരുടെ സുരക്ഷിതത്വബോധം വർദ്ധിപ്പിക്കുകയും മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. സംസാരം. കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നതിനു മുൻപുതന്നെ അവരോട് നിരന്തരം സംസാരിക്കണം. ഇത് അവരുടെ ഭാഷാപരമായ കഴിവുകൾ വളർത്താൻ സഹായിക്കും. കളികൾ. നിറങ്ങളുള്ള വസ്തുക്കൾ കാണിക്കുക, പാട്ടുകൾ പാടുക, ചെറിയ കളികളിൽ ഏർപ്പെടുക എന്നിവ തലച്ചോറിലെ വിവിധ ഭാഗങ്ങളെ സജീവമാക്കുന്നു. പരിതസ്ഥിതി. ശാന്തവും സന്തോഷകരവുമായ ഒരു അന്തരീക്ഷം വീട്ടിൽ ഉറപ്പാക്കുന്നത് കുട്ടിയുടെ വൈകാരിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. 3. ശരിയായ പരിചരണത്തിന് പങ്കിട്ട ഘടകങ്ങൾ. മസ്തിഷ്ക വികാസം കേവലം കളികളിലൂടെ മാത്രമല്ല, ശരിയായ ജീവിതരീതിയിലൂടെ കൂടിയാണ് സാധ്യമാകുന്നത്. പോഷകാഹാരം. തലച്ചോറിന്റെ വികാസത്തിന് ആവശ്യമായ പോഷകങ്ങളായ അയൺ, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നൽകണം. 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. ഉറക്കം. വളർച്ചാ ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉറക്കത്തിലാണ്. കൃത്യമായ വിശ്രമം തലച്ചോറിന്റെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നു. സുരക്ഷ. ഭയവും സമ്മർദ്ദവും മസ്തിഷ്ക വികാസത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ കുട്ടിക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. 4. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്ക്രീൻ ടൈം അഥവാ മൊബൈൽ, ടിവി എന്നിവ പരമാവധി ഒഴിവാക്കുക. കുട്ടിയുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്യുക. അതുപോലെ കഥകൾ വായിച്ചു കേൾപ്പിക്കുന്നത് കുട്ടികളിൽ ഭാവനയും ചിന്താശേഷിയും വളർത്തും. ഉപസംഹാരം. ഒരു വീടിന്റെ അടിത്തറ പോലെയാണ് കുട്ടിക്കാലത്തെ മസ്തിഷ്ക വികാസം. 0 മുതൽ 3 വയസ്സുവരെയുള്ള കാലയളവിൽ നൽകുന്ന സ്നേഹവും കരുതലും ശരിയായ ഉത്തേജനങ്ങളും ആ കുട്ടിയെ മിടുക്കനും ആരോഗ്യവാനുമായ ഒരു പൗരനായി വളർത്താൻ സഹായിക്കുന്നു. ശിശുപരിചരണത്തിൽ ഓരോ നിമിഷവും ഒരു നിക്ഷേപമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാം. ചുരുക്കത്തിൽ, കുട്ടിയുടെ ആദ്യ 3 വർഷങ്ങൾ എന്നത് കേവലം ശാരീരിക വളർച്ചയുടെ കാലമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ബുദ്ധിപരവും വൈകാരികവുമായ ശേഷികളുടെ വിത്തുപാകേണ്ട സമയമാണ്. കൃത്യമായ പോഷകാഹാരം, സുരക്ഷിതമായ പരിചരണം, ശരിയായ ശാരീരിക മാനസിക പ്രേരണകൾ എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ കുട്ടിയുടെ ഭാവി തിളക്കമുള്ളതാക്കാൻ നമുക്ക് സാധിക്കും.
രക്ഷിതാക്കൾക്കും പരിചാരകർക്കും ഈ വിഷയത്തിലുള്ള അവബോധം ഒരു തലമുറയുടെ തന്നെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്.